ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഈ ആന വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് അറിയും, അതുപോലെ തന്നെ ആന പിന്തിരിഞ്ഞോടുകയും ചെയ്യും. അതിന് ഇവർ ഒരു ടെക്നോളജി ഒന്നുമല്ല, ഇവരുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ചെയ്തൊരു സംഭവമാണ്. ഇതിൻ്റെ അപ്പുറത്തൊക്കെ വാഴത്തോട്ടങ്ങളാണ്. അതിലേക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആനയൊക്കെ വന്നിട്ട് വാഴകൾ മുഴുവൻ കംപ്ലീറ്റ് നശിപ്പിച്ച് പോയിക്കണം. അപ്പോൾ അവരതിനൊരു പ്രതിവിധി കണ്ടെത്തിയാണ്, ആന വരുന്നത് അറിയാനും അത് പിന്തിരിഞ്ഞോടാനും. നമ്മുടെ സഫീർ ഫൈസി ഉണ്ട്, മൂപ്പര് പറയേണ്ട വിവരങ്ങൾ നോക്കിയോ. ഒന്നുമില്ലാതെ അപ്പുറത്ത് പുഴയാണുള്ളത്. അതായത് അറബിക്കടലിലേക്ക് എല്ലാ കാലത്തും, വേനൽക്കാലത്തും മഴക്കാലത്തും ഒക്കെ വെള്ളം കൊടുക്കുന്ന പ്രധാന പോഷക നദിയിൽപ്പെട്ടൊരു നദിയാണ്. അതിൻ്റെ പേരെന്താ? നദി ഏതാ? നദിൻ്റെ പേര് കക്കാടംപൊയിൽ നിന്ന് കുറുത്തിപ്പുഴ, അങ്ങനെ എന്തോ ഒരു പേരാണ്. അപ്പോൾ അതിന് വേനൽക്കാലം ആകുമ്പോൾ വെള്ളം കുറയുമ്പോൾ അപ്പുറത്ത് ഫോറസ്റ്റാണ്. ഈ ഫോറസ്റ്റിൽ നിന്ന് ആനകൾ വരും. അങ്ങനെ ആനകൾ വരുമ്പോൾ ഒന്ന് ആനകൾ പിന്തിരിഞ്ഞ് ഓടാനും, അതേപോലെ മുകളിൽ തോട്ടം തൊഴിലാളികളായ ആളുകളുണ്ട്, സുഭാഷ് ഏട്ടൻ, ചന്ദ്രേട്ടനൊക്കെ ഉണ്ട്, അവർക്ക് വിവരം കിട്ടാനും പോലെ ചെയ്തു വെച്ചൊരു ടെക്നോളജിയാണിത്. അതായത് ആന അവിടെ നിന്ന് കയറി വരുമ്പോൾ അത് അവിടെയും താഴെയും ഇപ്പുറത്തൊക്കെ ഉണ്ട്, ഇങ്ങനെ ഓരോ വള്ളി കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ വള്ളിയിൽ തടഞ്ഞാൽ ഈ കമ്പ് വലിഞ്ഞു പോകും. അങ്ങനെ ഈ കമ്പ് വലിഞ്ഞാൽ കമ്പ് വലിഞ്ഞു പോകും അല്ലേ കേട്ടോ. ഈ കമ്പ് ഇങ്ങോട്ട് വലിയും. അങ്ങനെ ആകുമ്പോൾ ഈ വെയിറ്റ് താഴെ പോകും. അങ്ങനെ താഴെ അവിടുന്ന് ആയാലും അങ്ങനെ ഉണ്ട് കേട്ടോ. ഇവിടുന്നും അങ്ങനെ ഒരു സംവിധാനം ഉണ്ട്. ഇതിൻ്റെ താഴെ പടക്കം വെച്ചിട്ടുണ്ട്. അതായത് പടക്കത്തിൻ്റെ മരുന്നും കുപ്പിച്ചില്ലും വെള്ളാരം കല്ലും കൂട്ടി അരച്ച് പൊടിച്ചുണ്ടാക്കി വെച്ച സംവിധാനമാണ്. അപ്പോൾ ഈ വെയിറ്റ് ശക്തിയിൽ താഴെ വീഴുമ്പോൾ താഴെയും പാറക്കല്ലാണ് അല്ലേ. ഈ കല്ലിൽ ശക്തിയിൽ വന്ന് പാറ വീകുമ്പോൾ ചെടിക്കെന്ന് പറഞ്ഞാൽ പടക്കം പൊട്ടും. അപ്പോൾ അതിലുള്ള ഗുണം ഒന്ന്, ആന പേടിച്ച് ഓടും ശബ്ദം കേട്ടിട്ട്, നല്ല ശബ്ദം ഉണ്ടാവും. അതോടൊപ്പം മേലെ താമസിക്കുന്ന ആളുകൾക്ക് ഇവിടെ ആന വന്നു എന്നുള്ള സിഗ്നൽ, അലാറം അറിയും. അപ്പോൾ അവരവിടെ തുരുത്തലാന പടക്കം പൊട്ടിക്കും. അങ്ങനെ ആനെ വന്നിടത്തേക്ക് തിരിച്ചു വിടാനുള്ളൊരു ടെക്നോളജിയാണ്. ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിപരമായിട്ട് ഉണ്ടാക്കിയ ഒരു നാടൻ ടെക്നോളജി ഉണ്ടല്ലോ. കമ്പൊക്കെ വെച്ച് കെട്ടി, വെറുതെ ബലമുള്ള കമ്പനി, ബലമുള്ള കമ്പനി, അതാണ് ഇതിൻ്റെ പരിപാടി.